ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ യാർഡ്ലിയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പൗഡർ ഇട്ടിട്ട് അന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് വേഗം കണ്ണിൻ്റെ അവിടേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് പറഞ്ഞു ഞാൻ അപ്പോൾ കറുത്തിട്ടുണ്ട് എന്നുള്ളത്, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കണ്ണെഴുതാൻ പോയപ്പോഴാണ് ഓർമ്മ വന്നത് ഐ ഷാഡ് ഇട്ടിട്ടില്ല എന്നുള്ളത്. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഒരു റെഡിഷ് പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കളറാണ് ഐ ഷാഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നോക്കിയപ്പോൾ ആ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് ഇടാമെന്ന് വിചാരിച്ചു. നല്ല റെഡും അല്ല നല്ല പിങ്കും അല്ല, അങ്ങനത്തെ ഒരു കളർ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഐ ഷാഡാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഐ ഷാഡൊക്കെ ഇട്ടു. പിന്നെ കണ്ണെഴുതണം. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതാൻ പോവുകയാണ്. ഞാനിപ്പോൾ വാട്ടർ പ്രൂഫ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം കണ്ണെഴുതാൻ പോവുകയാണ്. എനിക്ക് കണ്ണെഴുതാനൊന്നും അധികം കൂടെ അറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണെഴുതി നിന്ന് കഴിഞ്ഞാൽ ഒരു കണ്ണിൻ്റെ വാല് വലുതാണെങ്കിൽ ഒരു കണ്ണിൻ്റെ വാല് ചെറുതായിരിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് എപ്പോഴും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ന് അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ഇങ്ങോട്ട് കണ്ണെഴുതി കൊടുത്തു. ഇന്ന് ഞാൻ അധികം കട്ടിയിൽ എഴുതുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ എന്താ കട്ടിയില്ലാതെ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടിയിട്ട്. പിന്നെ എൻ്റെ തമ്മിൽ മോതിരം മാറുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. വീഡിയോ നല്ലപോലെ കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഡ്രസ്സ് കൊടുത്തു അവർ. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഭാര്യ, ചേച്ചിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഏട്ടൻ്റെ ഭാര്യ, പിന്നെ മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ എന്താ മോതിരാണ്. ചേച്ചിയുടെ പേര് അഞ്ജു എന്നും ഏട്ടൻ്റെ പേര് ശ്രീജിത്ത് എന്നും ആയിരുന്നു കേട്ടോ. പിന്നെ അവർ ഫുഡ് കഴിക്കായിരുന്നു. അവർ ഫുഡ് കഴിച്ചിട്ട് അധികം നേരം ഇരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവർക്ക് കുറച്ച് സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പോൾ അവർ വേഗം ഇറങ്ങി കേട്ടോ. അവർക്കൊരു ഏട്ടൻ്റെ വീട് ബാംഗ്ലൂരാണ്. അപ്പോൾ പിന്നെ അവർ ഇതാ ഇറങ്ങി. 2 കാറിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 10 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ഇറങ്ങി. അങ്ങനെ ആദ്യം ഏട്ടനും പിന്നെ അവരുടെ അമ്മ അവരൊക്കെ പോയി. പിന്നെ ബാക്കിയുള്ള ഏട്ടന്മാരും ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഇതാ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവർ പോയപ്പോൾ പിന്നെ അടുത്ത കാറിൽ അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.